അങ്ങനെ ദുഃഖ വെള്ളിയാഴ്ച രാവിലെ നല്ലൊരു വിഭവസമൃദ്ധമായ ബ്രേക്ക്ഫാസ്റ്റ് ബുഫയൊക്കെ അടിച്ചിട്ട് പതുക്കെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുകയാണ്. കമോട്സ് ഐലൻഡിലേക്കാണ് ഇന്നത്തെ പോക്ക്. 8:30 മണിക്കാണ് ഫെറി എടുക്കേണ്ടിടം വരെ 32 കിലോമീറ്റർ ദൂരമുണ്ട്. ഓൾറെഡി 6:30 7:30 ചെല്ലുകയാണെങ്കിൽ കുഴപ്പമില്ല. 1 hour മതി ഫെറി ടിക്കറ്റും ലോഡിങ്ങും എല്ലാം കൂടെ. അപ്പോൾ കമോട്സ് ഐലൻഡിലേക്കുള്ള യാത്ര ആരംഭം. ഓൾമോസ്റ്റ് 50 minutes കാണിക്കുന്നുണ്ട്. ദൂരം കാര്യം 32 കിലോമീറ്ററേ ഉള്ളൂ. ഒരു 7:30 കൂടി ചെല്ലാം. രാവിലെ സൈക്ലിസ്റ്റുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. നമ്മളങ്ങനെ കാൽടെക്സിൻ്റെ പമ്പിലൊന്ന് അടിച്ചേക്കാം. പഴയ ഒരു കമ്പനിയല്ലേ, വർക്ക് ചെയ്ത കമ്പനിയാണ് കാൽടെക്സ്. 94-40 പ്രൈവറ്റ് പെട്രോളിനൊക്കെ പ്രൈവറ്റ് കമ്പനിയിൽ വില കൂടുതലാണ്. താങ്ക് യു. അപ്പം നമ്മളങ്ങനെ ദനാവ പോർട്ട് അടുക്കാറായപ്പോഴത്തേക്ക് വീണ്ടും കടലിന് പാരലായിട്ടാണ് റോഡ് പോകുന്നത്. ഇവിടുന്ന് 4 കിലോമീറ്ററാണ് ആ ദനാവ പോർട്ടിലേക്ക് കാണിക്കുന്നത്. രാവിലെ അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല. ചെറിയൊരു സിറ്റിയാന്ന് തോന്നുന്നു ദനാവ. ദനാവ പോർട്ട് അടുക്കാറായപ്പോഴത്തേക്കും റോഡ് സൈഡില് മീൻ കച്ചവടക്കാരൊക്കെ ഇരിപ്പുണ്ട്. നമ്മുടെ നാട്ടിലെ ചൂര, ട്യൂണ പോലത്തെ മീനാണ് ഇരിക്കും തോന്നുന്നു. അത് മക്ഡോണൾഡ്സ് അല്ല. $32 വില. ഇതാണല്ലോ ഫോട്ടോ. വെൽക്കം ടു പോർട്ട് ഓഫ് ദനാവ. ടിക്കറ്റ് ചോദിക്കുന്നു. ഹലോ, ഫെറി ടിക്കറ്റ് കൗണ്ടർ. You know? Wait for a moment, I'll ask. Yeah, that way. Can you read the sign? Car right side. Yeah, thank you. റോസ് ഫാർമസി, മെട്രോ വർക്ക്. ഇവിടെയായിരിക്കും അല്ലേ? അപ്പോൾ ഫെറി ടിക്കറ്റ് ഇതിനകത്തുനിന്നാണ് മേടിക്കേണ്ടത്. ഇവിടുത്തെ ഫെറിയുടെ ടൈമിംഗ് ഒക്കെ എഴുതിയിരിക്കുന്നത്, ട്രിപ്പ് ഷെഡ്യൂൾസ്. നമുക്ക് പോകേണ്ട പോർട്ട് അതാണ്, കോൺസലോ പോർട്ട്. ഇത് ദനാവ പോർട്ടാണ്. മൺഡേ ടു സാറ്റർഡേ അങ്ങോട്ടേക്ക് 5:30 PM വരെയുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് 10 PM കാർഗോ 8 PM വരെയുണ്ട്. നല്ല തിരക്കാണ്. എനിക്ക് തോന്നുന്നത് ഗുഡ് ഫ്രൈഡേ ലോങ് വീക്കെൻഡൊക്കെ ആയത് കാരണം ടിക്കറ്റ് കൗണ്ടറിൽ നല്ല തിരക്കാണ്. ഇവിടെ നമ്മൾ ഇന്നലെ ഓൺലൈനിലൊക്കെ നോക്കിയെങ്കിലും ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്ന പോലെ ഡയറക്റ്റ് ഇത് കണ്ടില്ല. എല്ലാം എൻക്വയറി അങ്ങനെ കിടന്നത്. അതുകൊണ്ട് അപ്പം നമ്മൾ സംശയിച്ച പോലെ തന്നെ ഇരുന്നു. നല്ല തിരക്കായത് കാരണം 8:30 ഫെറി അവർ 7:45 ടിക്കറ്റ് ഫുള്ളായി. അപ്പോൾ അതുകൊണ്ട് അടച്ചു. ഇനിയിപ്പോൾ 10 മണിക്ക് കൗണ്ടർ വീണ്ടും ഓപ്പൺ ആവും. എന്നിട്ട് 11:30 ഫെറി അടുത്തത്. അപ്പം ഒരു 2 മണിക്കൂർ പോയി കിട്ടി. ക്യൂവിൽ ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കാം. 8:30 എണ്ണൻ ഫെറി പതൊക്കെ 8:45 ഇവിടുന്ന് പുറപ്പെട്ടാണ്ട് പോകുന്നുണ്ട്. അതാണ് ചെറിയ ഫെറിയാണ്. നമ്മളവിടെ കഴിഞ്ഞോണ ബൊഹോളിൽ പോയത് ഇച്ചിരി വലുതായിരുന്നു. ട്രക്കൊക്കെ കയറുന്നത് അത്രയും വലുതല്ല, ചെറിയ ഫെറിയാണ്. അതായത് നമ്മൾ സ്കൂട്ടർ എടുക്കുകയാണെങ്കിൽ സ്കൂട്ടറിൻ്റെ ടിക്കറ്റ് എടുത്താൽ 800 കൊടുത്താൽ ഡ്രൈവർക്ക്, അതായത് ഒരാൾക്കുള്ള ടിക്കറ്റ് അതിനകത്ത് ഇൻക്ലൂഡിങ്. കഴിഞ്ഞ ദിവസം അവിടെ പോയത് 1200 രൂപ സ്കൂട്ടറിൽ തന്നെ മേടിച്ചു. അഡൽട്ടിനാണെങ്കിലും AC ഇതിന് 345. ഇവിടെയാന്ന് തോന്നുന്നു എൻട്രൻസ്.
താങ്ക് യു. സ്ട്രേറ്റ്. ഓക്കെ. വെൽക്കം ടു പോർട്ട് ഓഫ് ദനാവ്. ഉണ്ടോ, ചെറിയ ജമാലിയ ഷിപ്പിംഗ് കോർപ്പറേഷൻ. ചെറിയ സാധനമാണ്. നമ്മൾ കഴിഞ്ഞ തവണ കയറുന്നതാണ് വലിയ സാധനം. ഇത് ഒരു വലിയൊരു ഹള്ള് പോലെ. ഹള്ളിനകത്ത് താഴെ പാർക്കിംഗ് ആണെന്ന് തോന്നുന്നു. വണ്ടികളും മുകളിൽ പാസഞ്ചർ ക്യാബിനുമാണ്. ബെറ്റർ സം ഷെയ്ഡ്. പോർട്ട് ഓഫ് ദനാവ്. അവിടെ നിന്ന് പാസഞ്ചേഴ്സ് അവിടെ നിന്ന് കയറി അകത്തൂടെ കയറി ഈ ഇതിലെ വന്നിട്ടാണ് പോണത്. ഇത് ഫെറിയിൽ നിന്ന് തിരിച്ചിറങ്ങുന്നവർ ഇതിലേ പോകണം, ഇറങ്ങി പോകേണ്ട. അപ്പോൾ ഫെറിയിലേക്കുള്ള ലോഡിങ് ആരംഭിച്ചിട്ടില്ല. വണ്ടികളൊക്കെ താഴോട്ട് പോന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഉള്ളൂ ലോഡിങ് ആരംഭിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ സ്കൂട്ടറുമായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. വലിയ ആളില്ല, തിരക്കില്ല. രാവിലത്തെ 8:30 നല്ല തിരക്കായിരുന്നു. ഇപ്പം പാസഞ്ചറും കാറുകളും ഒന്നും അധികമില്ല. 11:30 വലിയ തിരക്കില്ല. അങ്ങനെ ഫെറിയെ കയറാറായി. 11:10 കഴിഞ്ഞ് 11:30 ഫെറി. ഇതാണ് വരണ്ടി വെച്ച സ്ഥലം. നമുക്ക് മുകളിലോട്ട് കയറണം. ഇത് AC ആണ്. ഇത് ടിക്കറ്റ് എത്രയായിരുന്നു? 50 രൂപ. അല്ല, 50 പൈസോ, ഓൾമോസ്റ്റ് 50 പൈസോ എക്സ്ട്രാ വന്നതാണ്. കൂടുതലൊന്നുമില്ല. ചൂടത്ത് കംഫർട്ടബിളായിട്ടിരിക്കാം. അധികം ആളില്ല. നോർമൽ എക്കണോമി ക്ലാസ്സിൽ നല്ല ആളുണ്ട്. ഇതാണ് പുറത്തേക്കുള്ള വ്യൂ. ഇത് നോക്കിയാൽ കടൽ കാണാം. AC ആയതുകൊണ്ട് ഇതിനകത്തിൽ നിന്ന് കഴിക്കാൻ പാടില്ല. അതുകൊണ്ട് പിള്ളേരെ കുട്ടികളെയൊക്കെ കഴിപ്പിക്കുന്നതൊക്കെ പുറത്തേക്ക്. സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ ബെഞ്ച് പോലെയൊക്കെ ഉണ്ട്. ഹോട്ട് കപ്പ് നൂഡിൽസ്. ചെറിയൊരു സ്നാക്ക് കൗണ്ടറൊക്കെ ഉണ്ട് അവിടെ. നമുക്ക് കപ്പ് നൂഡിൽസൊക്കെ മേടിക്കാം. ഇത് എയർ കണ്ടീഷൻ അല്ലാത്ത സാധാരണ എക്കണോമി പ്രീമിയം ക്ലാസ്. അങ്ങനെ നമ്മുടെ ഫെറി എടുത്തിരിക്കുകയാണ്. ഈ 2.5 മണിക്കൂർ എന്നാണ് പറയുന്നത്. അവിടെ ഒരു ഐലൻഡ് ദൂരെ കാണുന്നുണ്ടല്ലോ. ആ കാണുന്ന ഐലൻഡിൽ അങ്ങോട്ടാണ് പോകേണ്ടതെന്നാണ് തോന്നുന്നത്, അറിയില്ല. അപ്പോൾ നമ്മൾ ദനാവ് പോർട്ടിനോട് ഇവിടെ പറഞ്ഞു. ഡെക്കിൽ നിന്നുള്ള വ്യൂ ആണ്. എടുക്കാറായെന്ന് തോന്നുന്നു. ഫെറിക്കും ഇടയ്ക്ക് ഒരു ചെറിയ ഗ്യാപ്പ് അതേ കൂടെ. അപ്പോൾ നമ്മൾ ഫെറി ഇറങ്ങി നേരെ നമ്മുടെ ബുക്ക് ചെയ്തേക്കുന്ന റിസോർട്ടിനെ കൊണ്ട് പോവുകയാണ്. ഏതാണ്ട് 10 കിലോമീറ്ററാണ് GPS കാണിക്കുന്നത്. ഒരു ചെറിയ ഐലൻഡാണ്. നമ്മൾ നേരത്തെ പോയ ബോഹോൾ ഐലൻഡിന്റെ അത്ര വലിപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. ചെറിയൊരു നാട്ടുപുറത്തൂടെ പോണ പ്രതീതിയാണ്. ധാരാളം തെങ്ങുകളൊക്കെ ഉണ്ട്. ഈ റോഡ് പോകുന്നത് ബീച്ചിന്റെ സൈഡിൽ കൂടെ തന്നെയാണെന്ന് തോന്നുന്നു.
ഒരു 8 കിലോമീറ്റർ കഴിഞ്ഞ് കാണും. അപ്പോൾ നമ്മൾ വീണ്ടും ബീച്ചിന്റെ സൈഡിൽ തന്നെ വന്നു. തിരക്കൊന്നുമില്ല, പൊതുവെ കടകളും എല്ലാം അടഞ്ഞാ കിടക്കുന്നത്. തിരക്കൊന്നുമില്ല. ഇന്നൊരു ദുഃഖ വെള്ളിയാഴ്ച ആയതുകൊണ്ട് അതിന്റെ എഫക്റ്റാന്ന് തോന്നുന്നു. സമയം ഏതാണ്ട് 1:30 കഴിഞ്ഞിരിക്കുകയാണ്. ഉച്ചക്കലത്തെ ലഞ്ച് ഇനി എങ്ങനെയാണെന്ന് നോക്കണം. കാരണം റിസോർട്ടിൽ ചെന്നിട്ട് അവിടെ ഫുഡ് ഓർഡർ ചെയ്ത് കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല, അവിടെ നിന്ന് കഴിക്കാം. പുറത്തിങ്ങനെ ഇന്ന് ദുഃഖ വെള്ളിയാഴ്ചക്കാരൻ അടവായതുകൊണ്ട് പുറത്തെ റെസ്റ്റോറൻ്റ് ഒന്നും ഉച്ചയ്ക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഈ ഏരിയ ഇച്ചിരൂടെ ഭേദമാണല്ലേ, ബീച്ച് സൈഡ് റെസ്റ്റോറൻറ്റ് കാണാൻ. മോട്ടോ റെസ്റ്റോറൻറ്റ് അവിടെയോ തുറന്നിട്ടുണ്ട്. രസമുണ്ട്. വൈകുന്നേരമൊക്കെ വരാൻ നല്ല ഇല്ല. ഈ മുകളിലോട്ടാണോ താഴോട്ടാണോ ഇതാന്ന് തോന്നുന്നു. ബീച്ചിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴി. ഇങ്ങോട്ടധികം ഡെവലപ്മെൻ്റ് ആയിട്ടുണ്ടല്ലോ, റോഡ് ഇച്ചിരി നോക്കാം. ടിപ്പിക്കൽ നമ്മുടെ ഒരു നാടൻ പ്രദേശം, അധികം ഡെവലപ്പൊന്നും ആവാത്ത ഒരു നാടൻ പ്രദേശം. നാടൻ കടകളൊക്കെ ഉണ്ട്. ഫുഡ് കഴിക്കാനുള്ള ഓപ്ഷനൊന്നും ഇതുവരെ കാര്യമായിട്ട് കണ്ടില്ല. ഡൈവ് സെൻ്റർ, ഡൈവിംഗ് ഒക്കെ ഉണ്ട്. നോ പാർക്കിംഗ്. ഇവിടെ നല്ല ആക്ടിവിറ്റി ഒക്കെ ഉണ്ടല്ലോ, ഡൈവിംഗ് ഒക്കെ ഉണ്ട് അല്ലേ. നോക്കി വന്ന് നോക്കി കഴിഞ്ഞാൽ അറിയാം. ഞങ്ങൾ അങ്ങോട്ടല്ല വെച്ച് ഞങ്ങളുടെ ഹോട്ടലിൽ ഇരിക്കുക. ഈ ഒരു സ്ട്രെച്ചിൽ തന്നെയല്ല ആക്ടിവിറ്റി അല്ലേ. റോഡ് വർക്കാണ് കേട്ടോ, നോക്കി പോകും. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇച്ചിരി റോഡ് വർക്ക് നടക്കുന്നുണ്ട്. വേറെ പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. കയറി നോക്കാം. കാരണം ഹോട്ടലിലേക്ക് പോകേണ്ട വഴി ഇതിലെയാണ്. കുഴപ്പമില്ല. അപ്പം മോളോടെ ഇറങ്ങി ഇങ്ങോട്ട് നടന്നു വരാൻ പറഞ്ഞു. അല്ലെങ്കിൽ 2 പേരെ വെച്ചുകൊണ്ട് ഇതിൽ ADV സ്കൂട്ടർ കയറാൻ പാടാണ്. തന്നെയാണെങ്കിൽ പിന്നെ അത്യാവശ്യം കയറാം. ഓക്കെ. അങ്ങനെ ADV സ്കൂട്ടർ എടുത്തിട്ട് ഒരു ചെറിയ ഓഫ് റോഡായില്ലേ. പക്ഷെ എനിക്ക് തോന്നുന്നു ആ വഴി ഇങ്ങനെ അതിലെ വഴിയുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഇനിയിപ്പോൾ പോകുമ്പോൾ അങ്ങനെ ഉണ്ടോ ആ വഴി ഇതിലേ അങ്ങോട്ട് ഇറങ്ങാതിരിക്കും. അതാക്കാണെന്ന് തോന്നുന്നു. ഉച്ചക്കലത്തെ ഫുഡ് മിക്കവാറും ചെക്കിൻ ചെയ്ത് മുള്ളിട്ടോടെ പുറത്തേക്കാണ്. ഇവിടം വരെ വണ്ടി പോകുക. അതങ്ങോട്ട് റോഡ് കാണിക്കുന്നില്ല. ഇതാണോ ബീച്ച് ഹൗസ് അല്ലേ? ഇതാണല്ലേ ഒരു ഇതാണോ നോക്കി ഈ ലെഫ്റ്റിലുള്ള, അതോ വേറെയാണോ? ഇതാണല്ലോ ഇതായിരിക്കും. അപ്പോൾ ആഴ്ചത്താവട്ട് പോകാൻ ഇതാവാൻ ചാൻസ് ഉണ്ടോ? ഇതങ്ങനെ നടന്നു കൊണ്ട് വരും. അപ്പം അങ്ങനെ വന്ന് കയറി. ബോർഡില്ല, ഞാൻ ഇച്ചിരി കൺഫ്യൂഷനായിരുന്നു കണ്ടുപിടിക്കാൻ. ബീച്ച് സൈഡ് തന്നെയാണ്, പുതിയ പ്രോപ്പർട്ടിയാന്ന് തോന്നുന്നു.
ഇതാണ് നമ്മുടെ റൂം. ഇതിനകത്തായത് റൂമിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ. വന്ന പാടയിൽ കഴിക്കാൻ ഫുഡ് ഓർഡർ ചെയ്തു. റൈസും ട്യൂണ ഫിഷും പിന്നെ റൈസും പോർക്കും 2 ഡിഷായിട്ട് പറഞ്ഞു. പുതിയ ബിൽഡിങ്ങാണ് കാര്യം. പക്ഷേ മെയിൻ്റനൻസൊക്കെ അത്ര അങ്ങോട്ട് പോരാ. ബിൽഡിങ്ങൊക്കെ പുതിയതാണ് കാര്യം. ഇവിടെ റേഞ്ച് ഇല്ല മൊബൈലിൽ. നമ്മളെടുത്ത സ്മാർട്ട് നെറ്റ്വർക്ക് ഇവിടെ വന്നപ്പോഴത്തേക്ക് വർക്ക് ചെയ്യുന്നില്ല. ഇനിയിപ്പം വൈഫൈ കാണുമായിരിക്കും. വൈഫൈ ചോദിക്കണം. ഇതാണ് അവർക്കൊരു പൂളുണ്ട്, ചെറിയ പൂള്. നല്ല വ്യൂ ഉണ്ട്. വൈകുന്നേരം രാവിലെയൊക്കെ പൂളിലിറങ്ങിയിരുന്ന അത്യാവശ്യം കടൽ വ്യൂ കാണാം. ഇതാണ് ചെറിയൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. വ്യൂ കൊള്ളാം. താഴെ ബീച്ചും, പിള്ളേരൊക്കെ ബീച്ചിൽ കളിക്കുന്നുണ്ട്. നല്ല ക്ലിയർ വാട്ടറാണ്. നല്ല രസമുണ്ടല്ലേ വെള്ളം. അതൊക്കെ ക്ലോസ് ചെയ്തേ. വാ. പുറത്ത് വെയിൽ നല്ല കാഠിന്യമല്ലേ. വേറെ അത്ര വെയിൽ കുറഞ്ഞിട്ടെന്ന് പറയാൻ. ഇവിടെ കടകളൊക്കെ ഉള്ളത് ചിലപ്പോൾ കോഫിയൊക്കെ കുടിക്കായിരിക്കുമല്ലോ. അവിടെ കാശ് മേടിക്കണം. There is motor parking. ഇഷ്ടം പോലെ കടയൊക്കെ. അവിടെ വെച്ചാലോ കടയ്ക്ക്. ഓക്കെ ഓക്കെ. എൻ്റെ ഹെൽമെറ്റ് വെക്കാനുള്ള അല്ലേ. അപ്പോൾ ഇതാണ് തിമുബോ കേവിലേക്കുള്ള വഴിയാണ്. സ്കൂട്ടറൊക്കെ പാർക്ക് ചെയ്തു. തിമുബോ കേവാണ്. വെൽക്കം ടു തിമുബോ കേവ്. യെസ്, ഇതാണ് കേവ്. ഇവിടെ വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ തോന്നുന്നുണ്ട്. ഞാൻ ഏതായാലും വെള്ളത്തിലിറങ്ങാമെന്നുള്ള രീതിയിലൊരു ഷോർട്സ്. ഇറ്റ്സ് ആക്ച്വലി വെരി ലോ സീലിംഗ് ആണ്. അതുകൊണ്ട് നമുക്ക് തലയിടിക്കാൻ ചാൻസ് ഉണ്ട്. കുനിഞ്ഞു പോവാം. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരികയാണ് തിമുബോ കേവ്സിലേക്കുള്ള വഴി. തലയൊക്കെ ഇടിക്കാതെ പോകണം. അപ്പോൾ അതൊക്കെ സെറ്റാവല്ലോ കേട്ടോ മോളെ. കാല് തിന്നാവുന്നുണ്ടോ ഇല്ലോ? കാല് തിന്നുണ്ടോ ഇല്ലോ? അങ്ങോട്ട് Ikaw rin diri basta. Pag ko na sa imo kon gatikad lang. Mabapot na niya matras niya.
Bigo na Sam. Video mo bidali. Bigo na Sam. Ay sabah. Ay mo, welcome to. Welcome to Timobo. Limot lagi trio. അപ്പോൾ കേവൊക്കെ കണ്ടിട്ട് ഇനിയിപ്പോൾ ബീച്ച് സൈഡിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ബീച്ച് സൈഡിലാണെങ്കിൽ വൈകുന്നേരം നല്ല ഫോട്ടോകളും ഒക്കെ എടുക്കാം. അങ്ങോട്ടാണോ പോകേണ്ടത്? Calvario. കാൽവരിയോ? ആ വേർ കാൽവരിയോ ദിസ് സൈഡ്? ഓ ഇന്ന് ഗുഡ് ഫ്രൈഡേ അല്ലേ? കാൽവരിയിലേക്കുള്ള ഇതൊക്കെയാണ് കാണണോ? Laos sila diri ha, wala tayong parking sa babaw. Palihog lang, wala tayong parking sa babaw. വണ്ടി വെച്ചാൽ പോലെ തിരിച്ചെടുക്കാൻ പാടായിരിക്കും അല്ലേ? ഇവിടുത്തെ ഫേമസ് ആയിരിക്കും. വണ്ടി പക്ഷേ ഇത് മാറ്റി വെച്ചാൽ നല്ലതായിരിക്കും. അതിൽ ആൾ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. പോയി നോക്കണോ? കാണണോ? ശരി. ഓക്കെ ഓക്കെ. നീ ഒന്ന് ഇറങ്ങിക്കേടി. ഓക്കെ. ഇതാന്ന് തോന്നുന്നു ദുഃഖ വെള്ളിയാഴ്ചയുടെ ഒരു എഫക്റ്റ് ആണ് തോന്നുന്നു. കാൽവരി Ang parking na to sa to. ശരിക്കും കാണാനല്ലോ ഒരു വെറൈറ്റി അല്ലേ? സമ്മർ വെക്കേഷൻ സെബു പോലീസ് റൂം. കടകളും ഒരു പള്ളി പെരുന്നാൾ പോലെ. ദുഃഖ വെള്ളിയാഴ്ചയുടെ നാട്ടിലെ പോലുള്ള സങ്കടകരമായതൊന്നുമല്ല, ഒരു പള്ളി പെരുന്നാളിൻ്റെ എഫക്റ്റാണ്. ടോയ്സും നല്ല ചിക്കൻ ഫ്രൈയും എഗ് പക്കോടയും ഒക്കെ ഉണ്ട്. കോഫി ജ്യൂസ് കടകൾ. അപ്പോൾ അത് റിയലി ഒരു ഗുഡ് ഫ്രൈഡേ ആണ്. ദുഃഖവെള്ളിയല്ല, ഗുഡ് ഫ്രൈഡേ ആയിട്ടാണ്. എല്ലാവരും നോയമ്പൊന്നുമില്ല ഇവിടെ. നല്ല മുട്ടയും ചിക്കനും ഒക്കെ അടിക്കുന്നുണ്ട് എല്ലാവരും. മലയാറ്റൂർ മല കയറുന്ന പോലെ ഫിലിപ്പൈൻസിലെ ഒരു ചെറിയ മലകയറ്റമാണ് നമ്മൾ ഈ വന്ന കമോട്സ് ഐലൻഡിലെ ഒരു ചെറിയ കുരിശിൻ്റെ വഴിക്കുള്ള തയ്യാറെടുപ്പാന്ന് തോന്നുന്നു. അങ്ങോട്ടൊരു മലകയറ്റമാണ്. ഇവിടെ കാൽവരി ഹിൽസ് എന്നതിനും ഇവിടെ കാൽവരി എന്ന് തന്നെയാണ് പറയുന്നതിനും. ഇത് രണ്ടാം സ്ഥലമാണ്, സെക്കൻഡ് സ്റ്റേഷൻ. ആദ്യത്തേത് നമ്മൾ കയറി വന്ന വഴിക്കാൻ മിസ്സായെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് രണ്ടാം സ്ഥലം. സ്ഥലങ്ങളൊക്കെ അടുത്തടുത്താണ്. രണ്ടാം സ്ഥലം കഴിഞ്ഞ് ഒരു 25 മീറ്റർ കഷ്ടി മൂന്നാം സ്ഥലം വന്നു. പെട്ടെന്നാണ്. നാലാം സ്ഥലം. എല്ലായിടത്തും മെഴുതിരി കത്തിക്കുന്നുണ്ട്. പക്ഷെ ഉരുക്കി താഴോട്ട് തന്നെ വിടുക. വാക്സ് എല്ലാം ഒരുക്കി താഴോട്ട് തന്നെ വിടുക. അത് കഴിഞ്ഞ ഉടനെ തന്നെ അഞ്ചാം സ്ഥലം. എല്ലാം കൂടെ 200 മീറ്റർ നടന്നതാണ് ഇപ്പോൾ ഇതുവരെ. അഞ്ചാം സ്ഥലമായി. ഉടനെ തന്നെ ആറാം സ്ഥലം വന്നു. ഫിലിപ്പൈൻസിൽ പിന്നെ കൂടുതലും കത്തോലിക്കരായതുകൊണ്ട് ദുഃഖ വെള്ളിയാഴ്ച പ്രമാണിച്ച് ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ കുരിശിൻ്റെ വഴി കാണാൻ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ വീണ്ടും നമ്മൾ മുമ്പോട്ട് നടക്കുമ്പോൾ 8ാം സ്ഥലം വന്നു. ഇപ്പോൾ എഴുതി വെച്ചിട്ടുണ്ടോ എത്ര സ്റ്റേജ്? 8th ആണോ അല്ലേ? യെസ്, 8ാം സ്ഥലം തന്നെയാണ്. ചെറിയൊരു കൺഫ്യൂഷൻ വന്ന 8ാം സ്ഥലം. പെട്ടെന്നോട്ടൊന്നുമല്ല, ഗ്യാപ്പൊന്നുമില്ല. സ്ഥലങ്ങളൊക്കെ അടുത്തടുത്ത് തന്നെ പെട്ടെന്ന് നോക്കുമ്പോട്ട് പോകും. 10ാം സ്ഥലം വന്നു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ശില്പികൾ മോശം, വളരെ മോശം. നമ്മുടെ നാട്ടിലൊക്കെയാണ് എന്ത് ഭംഗിയായിട്ടുണ്ടാക്കിയത്. കണ്ടു കഴിഞ്ഞാൽ ഒരു ഒറിജിനാലിറ്റി ഇല്ല. 11ാം സ്ഥലം. Okay. Ako daw, nasa tabi.
Ako na lang daw. 12ാം സ്ഥലം ഈശോ മിശിഹായെ കുരിശിൽ തറയ്ക്കുന്നു. കുറേ പേര് വരുന്നുണ്ട്. ഈശോ മിശിഹായെ കുരിശിൽ തറച്ച് 2 കള്ളന്മാരുടെ നടുക്ക് അങ്ങനെ ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ സ്ഥലമൊക്കെ. നല്ല വ്യൂ അവിടുന്ന് കടലൊക്കെ കാണാം, മലനിരകൾ. അതായിരിക്കും ലേക്കല്ലേ? നാളെ രാവിലെ പോകാൻ ഉദ്ദേശിക്കുന്ന ലേക്കാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ലാസ്റ്റ് സ്ഥലത്തെത്തിയിരിക്കുകയാണ്. 14ാം സ്ഥലമല്ലേ? അതെ, 14ാം സ്ഥലമെത്തി. മുകളിലൊരു ചാപ്പലൊക്കെ ഉണ്ടല്ലോ, പള്ളി ചാപ്പലൊക്കെ ഉണ്ട്. 14ാം സ്ഥലത്ത് ഈ ചൂടത്ത് അസ്കിയും കൊണ്ടൊക്കെ നടക്കുകയാണ്. ഇവിടെയുണ്ട് അസ്കിക്കാർ. ആ പട്ടി ഹസ്കിയല്ലേ മുമ്പിൽ പോകണം അല്ലേ? ആ, ഈ ചൂടത്തൊക്കെ ചെന്നൈയിലുണ്ടോ പോലെ തന്നെ ഇവിടെ കുരിശിൽ നിന്നിറക്കി കല്ലറയിൽ അടക്കുന്നതൊക്കെ. ചെറിയൊരു പള്ളി പോലെ ഉണ്ട്, അൾത്താരയൊക്കെ ഉണ്ട്. എല്ലാവരും മെഴുതിരിയെ കത്തിക്കും. നല്ല ചൂടവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മെഴുതിരിയെ കത്തിക്കുന്നു. വെള്ളിയാഴ്ച പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. നമ്മൾ മുകളിലോട്ട് പോയപ്പം കാണാൻ വിട്ടുപോയത് ഇച്ചിരി മാറിയായിരുന്നു. ഗത്സമേൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന 1ാം സ്ഥലമല്ലേ? അപ്പോൾ ഈ സ്ഥലം നമ്മൾ മുകളിലോട്ട് പോയപ്പോൾ കണ്ടില്ല, അതുകൊണ്ട് തിരിച്ചിറങ്ങിയപ്പോഴാണ് കാണുന്നത്. അപ്പോൾ കുരിശിൻ്റെ വഴിയുടെ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ പതുക്കെ താഴോട്ടിറങ്ങി. ഇനി ബീച്ചിൻ്റെ സൈഡിലേക്കും എല്ലാം പോകാമെന്ന് വിചാരിക്കുന്നു. നല്ല ക്രൗഡുണ്ട്. ലോക്കൽ ഫിലിപ്പീൻസ് വിശ്വാസി സമൂഹം മുഴുവൻ ഈ ഏരിയയിലുള്ളവരെല്ലാം ഇവിടെ വരുന്നുണ്ട്. ഇനി വല്ല രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ എല്ലാം ഉണ്ടായിരിക്കും പ്രാർത്ഥനകളും. പള്ളിയിൽ അച്ഛന്മാരുടെ നേതൃത്വത്തിലുള്ള പരിപാടികളൊന്നും കണ്ടില്ല. രാവിലെ കഴിഞ്ഞായിരിക്കും, അറിയില്ല. അപ്പം കാൽവരിയിൽ നിന്ന് താഴോട്ടിറങ്ങും. ഇനിയിപ്പം ഹോട്ടലിൻ്റെ വഴി മാപ്പ് ഇടാൻ പറ്റത്തില്ല. ഓഫ്ലൈൻ മാപ്പിട്ട് നോക്കാം, നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ട്. ബീച്ചിൻ്റെ സൈഡിലേക്ക് എടുത്തു. ദൂരമൊന്നുമില്ല, 1.5 കിലോമീറ്റർ ഉള്ളതല്ല. ലച്ചോൺ മനോക്ക് അത് ഫ്രൈഡ് ചിക്കനാണ് ഈ ലച്ചോൺ എന്ന് പറഞ്ഞു. ഇവിടെ ചോദിച്ചാലോ, ഇവിടെ ഫ്രൈഡ് ചിക്കനൊക്കെ ഉണ്ടല്ലോ. നീ ഇറങ്ങി ചോദിക്കാമോ? എളുപ്പമുണ്ട്, ഞാൻ വണ്ടിയെ ലോക്ക് ചെയ്യണ്ടല്ലോ. ചോദിച്ച വാട്ടർ ബോട്ടിലുണ്ടെങ്കിൽ 2 മേടിച്ചു. നമ്മുടെ ഹോട്ടൽ വളരെ അടുത്തല്ലേ? എത്ര മീറ്ററാണ് ഹോട്ടൽ? 350. വൈകുന്നേരം ആകുമ്പോൾ കടയൊക്കെ തുറക്കും. റെസ്റ്റോറൻ്റ് ആൻഡ് ബാറൊക്കെ ഇതുണ്ടല്ലോ. പിസ്സയാണോ? ഓപ്ഷൻസ് നോക്കി വെക്കാം അല്ലേ? അവിടെ മാറി ചെറിയൊരു ഐലൻഡൂടെ ഉണ്ട്. നമുക്ക് സ്കൂബായും ഒക്കെ സ്നോർക്കലിങ്ങും ഒക്കെ ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലമാണ്. ബോട്ടുകളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ കൊമോഡ്സ് ഐലൻഡിലേക്കുള്ള യാത്രയൊക്കെ ഇഷ്ടമായെങ്കിൽ നമ്മളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സന്ധ്യ ഓൾമോസ്റ്റ് അസ്തമയമായി. നല്ല ബീച്ചാണ്. ഇച്ചിരി കൊണ്ട് മാറി ഇറങ്ങാനൊക്കെ പറ്റും. നമ്മൾ താമസിക്കുന്ന റിസോർട്ടിൻ്റെ അവിടെ താവട്ടാണെങ്കിൽ ഇറങ്ങാനൊക്കെ പറ്റിയ ബീച്ചാണ്. ആൾക്കാർ സ്നോർക്കലിങ്ങും സ്കൂബായൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളാണെന്ന് തോന്നുന്നു. ഫിഷിംഗ് ബോട്ടുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതൊക്കെ ഫിഷർമെൻസ് വില്ലേജ് ആയിരിക്കണം.
ശാന്തമാണ്. ശാന്തസമുദ്രം എന്ന് പറയുന്നത് പസഫിക് ഓഷ്യൻ ശാന്തമാണല്ലോ, അതുകൊണ്ട് വേവ്സ് ഒന്നുമില്ല. നമ്മൾ ചെന്നൈയിലൊക്കെ ബീച്ച് കണ്ട് നോക്കുമ്പോൾ വളരെ കൂളായിട്ട് ഇറങ്ങാം, പേടിക്കാതെ ഇറങ്ങാം. വൈകിട്ടത്തെ ഡിന്നറിനുള്ള പരിപാടി നോക്കിയപ്പോഴത്തേക്കും ദുഃഖ വെള്ളിയാഴ്ച പ്രമാണിച്ച് പല സ്ഥലങ്ങളും ക്ലോസ് ആയിരുന്നു. നമ്മൾ താമസിച്ച അവിടുത്തെ റെസ്റ്റോറൻറ്റും ഒരു 7 മണിക്ക് ക്ലോസ് ആവുന്നു. അത്ര നേരത്തെ കഴിക്കാൻ പ്ലാനില്ല, കാരണം സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങി കയറി വന്നപ്പോഴത്തേക്ക് മണി 7 ആയി ഓൾറെഡി. പിന്നെ കുളിയൊക്കെ പാസ്സാക്കി ഇങ്ങനെ പോകുന്ന വഴിക്ക് കണ്ടായിരുന്നു അടുത്ത് തന്നെ ഒരു ചെറിയൊരു കാൽസോണി പിസ്സ ഹൗസ് ഉണ്ട്. അതുപോലെ നല്ല സ്ഥലമാണ്, അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. പിസ്സ മാത്രമല്ല, റൈസും ചിക്കനും പോർക്കും കറിയെല്ലാം ഉണ്ട്. പിന്നെ വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് മോൾക്കൊക്കെ വേണ്ടി ഒരു പിസ്സ ഓർഡർ ചെയ്തു. സമയമെടുക്കും പിസ്സ വരാൻ. ലാർജ് പിസ്സ കാര്യം നമ്മൾ സ്കൂട്ടറിൻ്റെ ബാക്കിലത്തെ ബോക്സിൽ വന്ന് നേരെ വെക്കാൻ ഇടയില്ലായിരുന്നു, നമ്മുടെ ശാലം ചെരിച്ച് വെക്കേണ്ടി വന്നു. പിസ്സ ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും ഇതായി വരും. കുഴപ്പമില്ല, അധികം ഡിസ്റ്റർബ് ആയിട്ടില്ല, അങ്ങനെ കഴിക്കാം. ലാർജ് പിസ്സ, ബേക്കൺ വിത്ത് ഹാം, കുറച്ച് പൈനാപ്പിൾ ടോപ്പിംഗ് എല്ലാം കൂടെ ഇവിടെ 575 പൈസ. അപ്പോൾ അങ്ങനെ ഫിലിപ്പൈൻസ് ട്രിപ്പൊക്കെ ഏതാണ്ട് തീരാറായി. നാളെ ഇനി നമ്മൾ തിരിച്ച് സെബുവിലേക്ക് പോകുന്നു. സെബുവിലേക്ക് പോയിട്ട് മറ്റന്നാൾ സെബുവിന്ന് തിരിച്ച് ഇന്ത്യയിലേക്കുള്ള ഫ്ലൈറ്റ്. അപ്പോൾ 2 ആഴ്ചത്തെ ഫിലിപ്പൈൻസ് ട്രിപ്പ് ഏതാണ്ട് നാളെ കൊണ്ട് പൂർത്തിയാകുന്നതാണ്. അപ്പോൾ നാളത്തെ യാത്രാ വിശേഷങ്ങളൊക്കെ നമുക്ക് വീണ്ടും ഫിലിപ്പൈൻസ് യാത്രയിലെ ലാസ്റ്റ് എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.